നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതുപോലെ നമുക്ക് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റ് ഉണ്ട്, അതുപോലെ പ്രോട്ടീൻ ഉണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് ബാക്കി നിൽക്കേണ്ടത്. ഫാറ്റിന്റെ കേസിൽ നമ്മൾ ഡൈജഷൻ എടുക്കുമ്പോൾ ഫാറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം എന്ന് പറയുന്നത് ലിപ്പേസ് ആണ്. ലിപ്പേസിനെയാണ് നമ്മൾ ഫാറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലിപ്പേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിപ്പേസ് നമ്മുടെ മൗത്തിൽ ലിപ്പേസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ ഡൈജഷൻ ഓഫ് ഫാറ്റ് ഇൻ ദ മൗത്ത് റീജിയൻ. ഇതിൽ നോക്കിയാൽ നമുക്ക് അവിടെ ഒരു ഫാറ്റ് ഡൈജഷൻ ഒന്നും തന്നെ നടക്കുന്നില്ല. ഫാറ്റ് ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി സ്റ്റൊമക്കിൽ നിന്നുകൊണ്ടാണ്. സ്റ്റൊമക്കിൽ വെച്ചാണ് ഫാറ്റ് ഡൈജഷന്റെ ഒരു സ്റ്റെപ്പ് ആരംഭിക്കുന്നത്. ആൻഡ് ദ എൻസൈം ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡൈജഷൻ ഓഫ് ഫാറ്റ് ഈസ് നോൺ ആസ് എ ലിപ്പേസ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ സ്റ്റൊമക്കിന്റെ കേസിലും എടുത്താലും സ്റ്റൊമക്കിലും ലിപ്പേസിന്റെ ഒരു പ്രവർത്തനം കാര്യമായിട്ടില്ല. കാരണം ദർ ഇസ് എ ഹൈ അസിഡിറ്റി ഉണ്ട്, ഒരു സ്റ്റൊമക്കിൽ HCl-ന്റെ പ്രസൻസ് കൊണ്ട് ഒരു ഹൈ അസിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് ഒരു സ്റ്റൊമക്കിലും ഫാറ്റ് കാര്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനോ ഹൈഡ്രോളൈസ് ചെയ്യാനോ ഒന്നും പറ്റാറില്ല. സോ മോസ്റ്റ് ഓഫ് ദ ഫാറ്റ് ഡൈജഷൻ ഈസ് ദെയർഫോർ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിയുമ്പോഴാണ് ഫാറ്റിന്റെ ഭൂരിഭാഗം ഡൈജഷനും നടക്കുന്നത്. ഇനി നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് ഡൈജഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. ഫാറ്റ് ഈസ് ബേസിക്കലി എ ട്രൈഗ്ലിസറൈഡ് ആണ്. ഒരു ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നതാണ് ഫാറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻടു ഡൈഗ്ലിസറൈഡ്. 2 യൂണിറ്റ് ഉള്ള ഗ്ലിസറൈഡ് ഉള്ള യൂണിറ്റ്, ദെൻ സിംഗിൾ ഗ്ലിസറൈഡ് യൂണിറ്റ് ഉള്ള മോണോഗ്ലിസറൈഡ് എന്നായിട്ട് മാറ്റും. ഈ 2 റിയാക്ഷനെയും കാറ്റലൈസ് ചെയ്യുന്നത് പാങ്ക്രിയാറ്റിക് ലിപ്പേസ്. പാങ്ക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറയാനുള്ള കാരണം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പാങ്ക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ആയതുകൊണ്ടാണ് തന്നെ പാങ്ക്രിയാറ്റിക് ലിപ്പേസ് എന്ന് പറയുന്നത്. So in the use of fat digestion, the basic process is that the fat is basically a triglyceride, and this triglyceride will be first converted into 1 and 2 diglyceride, then it will be converted into 2 and 2 monoglyceride. ആ ഒരു രീതിയിലാണ് ഈ ഫാറ്റിന്റെ ഒരു ഡൈജഷന്റെ ഒരു ബേസിക് സ്റ്റെപ്സ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റ് ഡൈജഷൻ നടക്കുന്നത് എന്താണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഭൂരിഭാഗം ഫാറ്റ് ഡൈജഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് വരുമ്പോഴും അവിടെയും ഈ പാങ്ക്രിയാറ്റിക് ലിപ്പിഡ്സ് തന്നെയാണ് പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത്. ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്നത് ആരും നോക്കുക, ഇൻജസ്റ്റഡ് ഫാറ്റ്. ഇൻജസ്റ്റഡ് എന്ന വാക്കിനർത്ഥം നമ്മൾ കഴിച്ച, നമ്മൾ അകത്തോട്ട് എടുത്ത, ഇൻജസ്റ്റഡ് വിഴുങ്ങിയ. ഇൻജസ്റ്റഡ് ഫാറ്റ് റീച്ചിങ് ദ ഡ്യൂയോഡിനം. ഡ്യൂയോഡിനം എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്, where it is mixed with bile and pancreatic juice. അപ്പോൾ ബൈൽ എന്ന് പറയുന്നത് ലിവറിൽ നിന്നാണ് വരുന്നത്, പാങ്ക്രിയാറ്റിക് ജ്യൂസ് പാങ്ക്രിയാസ് എന്ന് വരുന്നു. ആൻഡ് ദിസ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് വിൽ ബി കണ്ടെയ്നിങ് an enzyme known by the name pancreatic lipase. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിക്കഴിഞ്ഞാൽ ബൈല് 2 ലിക്വിഡുമായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഒന്ന് ബൈലായിട്ട് മിക്സ് ചെയ്യുന്നു, then it will be again mixed with pancreatic juice. ഈ 2 ജ്യൂസസുമായിട്ടാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഫാറ്റ് മിക്സ് ചെയ്യപ്പെടുന്നത്. ബൈലിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബൈൽ ബേസിക്കലി ഒരു എമൽസിഫൈ ചെയ്യുന്ന ഒരു സോൾട്ട് ആണ്. എമൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ട് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് സ്പൂൺ ഇട്ട് നന്നായിട്ട് കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഫാറ്റ് വളരെ ചെറിയ ചെറിയ എന്താണ് ബോൾസ് പോലെയായിട്ട് മാറുന്നത് കാണാൻ പറ്റും. അതായത് ആ വലിയ ഒരു ഫാറ്റിന്റെ ഒരു പാട ചെറിയ ചെറിയ ഫാറ്റ് യൂണിറ്റ്സ് ആയിട്ട് മാറി. ഇതിനെയാണ് നമ്മൾ എമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ചെറിയ തരികളായിട്ട് ഫാറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ ചെറിയ തരികളായിട്ട് ഫാറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൽ സർഫസ് ഏരിയ കൂടും. ഏരിയ ഫോർ ഡൈജഷനും അബ്സോർപ്ഷനൊക്കെ ഉള്ള സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. ബട്ട് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് ദ മോളിക്യൂൾ, ദ ഫാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു സ്മോളർ യൂണിറ്റ്സ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. And emulsification is basically done by the bile. Bile salt ആണ് basically emulsification കാരണമാവുന്നത്. In addition, emulsification can also be done by monoglycerides, phospholipid, then lysolecithin. ഈ 3 സബ്സ്റ്റൻസും emulsification എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിൽ ചെറിയ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കും.
ബട്ട് ഭൂരിഭാഗം എമൾസിഫിക്കേഷൻ നടക്കുന്നത് ബൈലിന്റെ ഒരു സഹായത്തോടെയാണ്. ദെൻ ഇവിടെ പാങ്ക്രിയാസിൽ നിന്ന് വരുന്ന പാങ്ക്രിയാറ്റിക് ലിപ്പീസ് അത് സാധാരണ ഒരു ഇനാക്റ്റീവ് ഫോമിലാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് വിൽ ബി കൺവെർട്ടഡ് ഇൻ ടു ആക്റ്റീവ് ഫോം ബൈ ദ ആക്ഷൻ ഓഫ് ബൈൽ ആൻഡ് കാൽസ്യം അയോൺസ്. അപ്പൊ കാൽസ്യത്തിന്റെ അയോൺസിന്റെയും ബൈലിന്റെയും ഒരു ആക്ഷൻ ആയിട്ടാണ് പാങ്ക്രിയാറ്റിക് ലിപ്പീസ് അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആക്റ്റീവ് ലിപ്പ് ഫോമിലല്ല, അതൊരു ഇനാക്റ്റീവ് ഫോമിലാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഹാസ് ടു ബി കൺവെർട്ടഡ് ഇൻ ടു ആൻ ആക്റ്റീവ് ഫോം. അതിന് രണ്ട് സബ്സ്റ്റൻസ് ആവശ്യമാണ്, ബൈലും കാൽസ്യം അയോൺസും ആവശ്യമാണ്. ഈ രണ്ട് സബ്സ്റ്റൻസും കൂടി ചേർന്ന് അതിൽ ആക്ട് ചെയ്യുമ്പോഴാണ് ഇനാക്റ്റീവ് പാങ്ക്രിയാറ്റിക് ലിപ്പേസ് ഒരു ആക്റ്റീവ് പാങ്ക്രിയാറ്റിക് ലിപ്പേസ് ആയിട്ട് മാറപ്പെടുന്നത്. ദെൻ പർപ്പസ് ഞാൻ പറഞ്ഞു, പർപ്പസ് ഓഫ് ദ എമൾസിഫിക്കേഷൻ ഈസ് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ സോ ദാറ്റ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് ദ ലിപ്പേസ് വിൽ ബി ഇൻക്രീസ്ഡ്. അപ്പൊ ഇതിനാണ് എമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ഇനി പാങ്ക്രിയാറ്റിക് ലിപ്പേസ് നേരത്തെ ഒരു ഡയഗ്രാം കാണിച്ചു തന്നു. ഒരു ലിപ്പിഡ് ഡൈജഷനിൽ ബേസിക്കലി എന്താണ് സംഭവിക്കുന്നത്? ട്രൈഗ്ലിസറൈഡിനെ ആദ്യം ഡൈഗ്ലിസറൈഡ് ആക്കുന്നു, ഡൈഗ്ലിസറൈഡിനെ മോണോഗ്ലിസറൈഡ് ആക്കുന്നു. ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പാങ്ക്രിയാറ്റിക് ലിപ്പേസ് വിൽ ബി ഹൈഡ്രോലൈസിങ് ദ ട്രൈഗ്ലിസറൈഡ് പ്രൊഡ്യൂസിങ് എ മിക്സ്ചർ ഓഫ് മോണോഗ്ലിസറൈഡ് ആൻഡ് ഡൈഗ്ലിസറൈഡ്. ആദ്യം ആ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ ഫാറ്റിനെ അല്ലെങ്കിൽ അതിനെ കൺവെർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഹൈഡ്രോലൈസ് ചെയ്ത് മോണോഗ്ലിസറൈഡ്സും ഡൈഗ്ലിസറൈഡ്സും ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. അതാണ് ബേസിക്കലി ഒരു പാങ്ക്രിയാറ്റിക് ലിപ്പേസിന്റെ പ്രധാനപ്പെട്ട ജോലി. ഇനി ഈ പാങ്ക്രിയാറ്റിക് ലിപ്പേസ് ഇത് കൂടാതെ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻ ഫോസ്ഫോലിപ്പേസ് ആൻഡ് കൊളസ്ട്രോൾ എസ്റ്ററേസ്. ഇത് രണ്ടിന്റെയും ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ദേ വിൽ ബി ഹൈഡ്രോലൈസിങ്, ഇനി സ്പ്ലിറ്റ് ഹൈഡ്രോലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യാം, കൺവെർട്ടിങ് ഫോസ്ഫോലിപ്പിഡ് ആൻഡ് എസ്റ്ററിഫൈഡ് കൊളസ്ട്രോളിനെയും ഫോസ്ഫോലിപ്പിഡിനെയും സ്പ്ലിറ്റ് ചെയ്യാൻ, ചെറിയ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹൈഡ്രോലൈസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള രണ്ട് സബ്സ്റ്റൻസ് ആണ് ഫോസ്ഫോലിപ്പീസ് എന്ന എൻസൈമും കൊളസ്ട്രോൾ എസ്റ്ററേസ് എന്ന് പറഞ്ഞ എൻസൈമും. ഇതാണ് നമ്മൾ മറ്റൊരു ലെവലിൽ നോക്കിക്കഴിയുമ്പോൾ ഒരു ഫാറ്റ് ഡൈജഷൻ സംഭവിക്കുന്നത്. ഇനി ഇവിടെ ഇൻഡസ്റ്റൈനൽ ജ്യൂസിന്റെ അകത്തും ഇപ്പൊ നമ്മൾ സ്റ്റൊമക്കിലോട്ട് എത്തിക്കഴിയുമ്പോൾ സ്മോൾ ഇൻഡസ്ട്രിയിൽ എത്തിക്കഴിയുമ്പോൾ ഇൻഡസ്റ്റൈനൽ ഗ്ലാൻസ് ഉണ്ട്. ഈ ഇൻഡസ്റ്റൈനൽ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജ്യൂസിനെയാണ് ഇൻഡസ്റ്റൈനൽ ജ്യൂസ് എന്ന് പറയുന്നത്. And they will be containing also an enzyme known as intestinal lipase. പക്ഷേ ഈ ഇൻഡസ്റ്റൈനൽ ലിപ്പേസിന് വലിയ ഒരു റോള് ഫാറ്റ് ഡൈജഷന്റെ കേസിൽ ഇല്ല. കാരണം പാങ്ക്രിയാറ്റിക് ലിപ്പേസ് തന്നെയാണ് ഇവിടെ ഭൂരിഭാഗം ഫാറ്റ് ഡൈജഷനും കാരണമായിട്ട് വരുന്നത്. ബട്ട് സ്റ്റിൽ ദേ ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട് എ സ്മോളർ റോൾ ഇൻ ദ ഡൈജഷൻ ഓഫ് ഫാറ്റിന്റെ ഡൈജഷനിൽ ചെറിയൊരു റോള് ഇൻഡസ്റ്റൈനൽ ലിപ്പേസിനുണ്ട്. ബട്ട് മെയിൻ ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സ് നടത്തുന്നത് പാങ്ക്രിയാറ്റിക് ലിപ്പീസ് തന്നെയാണ്. ഇനി അടുത്തത് രണ്ട് പ്രധാനപ്പെട്ട തിയറികളാണ് ഈ ഫാറ്റ് ഡൈജഷനെ കുറിച്ച് നമുക്ക് പറയുന്നത്. ആ രണ്ട് തിയറീസും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു തിയറി പറയുന്നത് ഫാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഹൈഡ്രോലൈസ്ഡ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഫാറ്റിനെ വിൽ ബി കംപ്ലീറ്റ്ലി അതായത് ഫാറ്റ് എന്ന് പറയുന്ന ട്രൈഗ്ലിസറിനെ പൂർണ്ണമായിട്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് കൺവെർട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും രൂപത്തിലാണ് അബ്സോർപ്ഷൻ ടേക്കിംഗ് പ്ലേസ് നടക്കുന്നത്. രണ്ടാമത്തെ തിയറി പറയുന്നത് ഇത്തിരി വ്യത്യാസപ്പെടുത്തിയാണ്. ഓൺലി 30% ഓഫ് ദ ട്രൈഗ്ലിസറൈഡ്, ദ ഫാറ്റ് വിൽ ബി കൺവെർട്ടഡ് ഇൻടു 30% ഓഫ് ട്രൈഗ്ലിസറൈഡ്. Then 30% of triglyceride are hydrolyzed to fatty acid and glycerol, while 70% remain and unhydrolyzed. 30% ട്രൈഗ്ലിസറൈഡ് മാത്രമേ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് മാറ്റുന്നുള്ളൂ. ഇവിടെ പറഞ്ഞത് 100% മാറുന്നു എന്നാണ്. പക്ഷെ അതിന് രണ്ടാമത്തെ തിയറി പറയുന്നത് 30% മാത്രമേ മാറുന്നുള്ളൂ എന്നാണ്. ബാക്കിയെല്ലാം അൺഹൈഡ്രോലൈസ്ഡ് രൂപത്തിൽ തന്നെയാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നതാണ്. ഇങ്ങനെ രണ്ട് തിയറീസ് ആണ് ഫാറ്റിന്റെ ഡൈജഷനെ കുറിച്ചും അബ്സോർപ്ഷനെ കുറിച്ചും പറയുന്നത്. ഇനി അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റി ആസിഡ്, എങ്ങനെയാണ് ഫാറ്റി ആസിഡ് അബ്സോർബ് ചെയ്യുന്നത്? അതിനുവേണ്ടി ഫാറ്റി ആസിഡ് വിൽ ബി ഫസ്റ്റ് കൺവെർട്ടഡ് ഇൻടു സ്പ്ലിറ്റ് ഇൻടു സ്മോളർ ചെയിൻസ് ലൈക്ക് അസൈൽ ചെയിൻസ് ആയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യും. അതിന് യൂസ്ഫുൾ ആയിട്ട് വരുന്ന എൻസൈമാണ് ഫോസ്ഫോലിപ്പേസസ്. ഫോസ്ഫോലിപ്പേസസ് എന്ന് പറയുന്ന ഈ എൻസൈംസ് ഫോസ്ഫോലിപ്പിഡിനെ സ്മോളർ ചെയിൻസ് ആയ അസൈൽ ചെയിൻസ് ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. ഈ their acyl chains can be incorporated into chylomicrons, choline and hydrophyte. അത് ഈ അസൈൽ ചെയിൻസ് വേണമെങ്കിൽ മറ്റു ചിലതുമായിട്ട് ലിങ്ക്ഡ് ആയി കിടക്കാം.
അതാണ് കൈലോമൈക്രോൻസ്, കോളിൻ, ഹൈഡ്രോഫൈലിക് ഇതുമായിട്ടൊക്കെ അത് ലിങ്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് they can be transported directly, ഫോസ്ഫോലിപ്പിഡിന് ഡയറക്റ്റ് ആയിട്ട് ലിവറിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാം ബൈ ഹെപ്പാറ്റിക് പോർട്ടൽ വേ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്നതിന്റെ നേരെ അത് ലിവറിലോട്ടാണ് അത് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ലിവറിൽ എത്തിക്കുന്ന ആ ഗ്ലാൻഡ്, ആ ഒരു വെസലിന്റെ പേരാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്ന് പറയുന്നത്. ഇതാണ് അബ്സോർപ്ഷൻ ഓഫ് ദ ഫാറ്റി ആസിഡ് എന്ന് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞാൽ എടുക്കുന്നത്. അടുത്തത് അബ്സോർപ്ഷൻ ഓഫ് കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ എടുത്തു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഈസ് ഓൾസോ അബ്സോർബ്ഡ് ഇൻ ടു ദ ലിംഫാറ്റിക് സിസ്റ്റം മെയിൻലി ആസ് കൊളസ്ട്രോൾ എസ്റ്ററേസ്. കൊളസ്ട്രോൾ എസ്റ്ററേസ് എന്ന് പറയുന്ന ഒരു രൂപത്തിലാണ് കൊളസ്ട്രോൾ ബോഡിയിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. കൊളസ്ട്രോൾ വിൽ ബി ടേക്കൺ ഇൻ ദ ഫോം ഓഫ് കൊളസ്ട്രോൾ എസ്റ്ററേസ്. ആ ഒരു ഫോമിലാണ് കൊളസ്ട്രോളിന്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഡിസീസിന്റെ പേര് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് കൈലൂറിയ. കൈലൂറിയ എന്ന് പറഞ്ഞ ഒരു ഡിസോർഡർ ആണ്. ഈ ഡിസോർഡറിന്റെ കേസിൽ പേഷ്യന്റ് വിൽ ബി എക്സ്ക്രീറ്റിംഗ് മിൽക്കി യൂറിൻ, മിൽക്ക് കളറിലായിട്ടുള്ള യൂറിൻ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് കാരണം ഈ മിൽക്കിൽ ധാരാളം ഫാറ്റി ആസിഡ് കാണും. കാരണം അതിനൊരു സംഭവം, അങ്ങനെ ഒരു ഫാറ്റി ആസിഡ് വരാനുള്ള ഒരു കാരണം ഇതാണ്. there will be an abnormal connection between the urinary tract and the lymphatic drainage system of the intestine. ഇൻഡസ്റ്റൈനിലെ ലിംഫ് വെസലും ഈ എന്താണ് യൂറിനറി ട്രാക്ട് തമ്മിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഫിസ്റ്റുല, ഒരു ട്യൂബ് വഴി കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ അതാണ് കൈലസ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. കൈലൂറിയ എന്ന് പറഞ്ഞ ഒരു ഡിസോർഡർ ഉണ്ടാവും. ആ ഡിസോർഡറിന്റെ പേരാണ്, ആ ഡിസോർഡറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മിൽക്കി യൂറിൻ ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് അബ്നോർമൽ പ്രസൻസ് ഓഫ് ഫാറ്റി ആസിഡ്. കൈലൂറിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇത്രയാണ് ഫാറ്റിന്റെ ഡൈജഷനും അബ്സോർപ്ഷനും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത്.